Good evening, friends. Welcome to the daily analysis program. എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റീൻ്റെ ഒരു സെൽ ഓഫ് ഡേ ആയിരുന്നു. ഇന്നലത്തെ സെൽ ഓഫിന് കണ്ടിന്യൂവേഷൻ ആയിരുന്നു ഇന്നത്തതും. ഇപ്പോൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ്ങിനെക്കാട്ടിയും ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ഇന്ന് ഓപ്പൺ ആയത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് നമുക്ക് ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. പിന്നെയും സെല്ലിംഗ് പ്രഷർ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. നമുക്ക് 5 മിനിറ്റിലോട്ട് കൂടുതൽ വിശദമായി നോക്കാം. 5 മിനിറ്റ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയത്. അറൗണ്ട് 2600 റേഞ്ചിലാണ് ഓപ്പൺ ആയത്. എന്നിട്ട് ഒരു ഷാർപ്പ് ബൈയിങ് ഉണ്ടായിരുന്നു അറൗണ്ട് ഒരു 40-50 പോയിന്റ്സ്. എന്നിട്ട് അവിടെ നിന്ന് ഇന്നലത്തെ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് റിജക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് കണ്ടിന്യൂസ് റിജക്ഷൻ ആയിരുന്നു. ഇവിടെ എൻ്റെ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എൻട്രി കിട്ടിയില്ല. ബിക്കോസ് ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റ് ചേഞ്ച് ചെയ്തു റെഡ് ക്യാൻഡിലായി. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി. അത് ക്രോസ് ചെയ്യായിരുന്നെങ്കിൽ നല്ലൊരു എൻട്രി ആയിരുന്നു. ബട്ട് ഇത്രയും ഇപ്പോൾ നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഇതിൻ്റെ താഴെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ നോർമലി. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ താഴെ എൻട്രി ആണെങ്കിൽ ഹയർ സ്റ്റോപ്പ് ലോസ് ആവും. സോ ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അത്രയും വലിയൊരു റിവാർഡ് കിട്ടിയില്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ്. ഓക്കെ, നമ്മൾ റിസ്ക് റിവാർഡും ടാർഗറ്റും നമ്മൾ സെറ്റ് ചെയ്യണം. റിസ്ക് റിവാർഡ് മണി മാനേജ്മെൻറ്റ് നോക്കുമ്പോൾ അതനുസരിച്ചുള്ള റിവാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡ് എടുത്തിട്ട് കാര്യമുള്ളൂ. അറ്റ്ലീസ്റ്റ് 1:1 അല്ലെങ്കിൽ 1:1.5 മിനിമം അത്രയെങ്കിലും കിട്ടണം. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയ ഇത്രയും ഓൾമോസ്റ്റ് 70 പോയിന്റ്സ് ഉണ്ട്. പക്ഷേ 70 പോയിന്റ്സിൻ്റെ താഴെ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ 140 പോയിന്റ്സ് പോകണം. അത്രയും ഒരു സെൽ ഓഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ട്രേഡ് ഞാൻ എടുക്കാതിരുന്നത്. ബട്ട് വേറൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വലിയ ഡയറക്റ്റ് സെൽ ഓഫ് വന്നു. ഇപ്പോൾ 1, 2, 3, 4, 5 ക്യാൻഡിൽ ആകുമ്പോഴാണ് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തത്. ഈ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തില്ല, ഇത് താഴെ 5 കണ്ടിന്യൂസ് റെഡ് ക്യാൻഡിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു ഷാർപ്പ് റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവും. നമ്മൾ സ്മോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ അത് ട്രിഗർ ആവും. നമ്മൾ ഇവിടെ എൻട്രി എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രിഗർ ആവും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനത്തെ സെല്ലിങ് വരുമ്പോൾ. ഇങ്ങനത്തെ ഫോർമേഷൻ ആണെങ്കിൽ ഇപ്പം ഈ ഒരു ക്യാൻഡിൽ പോയിന്റ് ചെയ്ത ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ട്രേഡ് ആയിരുന്നേനെ. കാരണം ആ ഗ്രീൻ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് താഴോട്ട് വരാണെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഓക്കെ, കാരണം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ് കിട്ടിയാണ് നമുക്ക്. റിസ്ക് റിവാർഡും മാച്ച് ആവും. റിസ്ക് റിവാർഡും മണി മാനേജ്മെൻ്റ് എല്ലാം അതിൽ പെർഫെക്റ്റ്ലി സൂട്ട് ആവും. മനസ്സിലായി. അതുകൊണ്ട് എനിക്കിവിടെ ഒരു ട്രേഡ് കിട്ടിയില്ല. പിന്നെ ഞാൻ ഒരു ഒരു സ്കാൽപ്പിംഗ് ഇവിടെ ചെയ്തായിരുന്നു. ഈ ഒരു ബുള്ളിഷ് ഫോർമേഷൻ ശേഷം ഇവിടുന്ന് പിന്നൊരു സപ്പോർട്ട് എടുത്തപ്പോൾ ഇവിടെ ഈ ക്യാൻഡിൽ ക്രോസിന് ശേഷം ഞാൻ ഇതുവരെ ഒരു ട്രേഡ് എടുത്തു, ഈ റെസിസ്റ്റൻസ് വരെ. ബട്ട് ജസ്റ്റ് ഒരു സ്കാൽപ്പ് ചെയ്തെന്നുള്ളൂ. ലോങ് ടൈം നോർമലി എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി സ്കാൽപ്പിംഗ് വരാറില്ല. ബട്ട് ജസ്റ്റ് ഒരു ട്രേഡ് കണ്ടപ്പോൾ ഒരു ഫ്യൂ തൗസൻഡ്സിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. ഓക്കെ, മൊത്തത്തിൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. ഷാർപ്പ് സെല്ലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കൺസോൾട്ടേഷൻ റിവേഴ്സിന് ശേഷം പിന്നെയും സെല്ലിംഗ് തന്നെ ആയിരുന്നു നിഫ്റ്റിയിൽ. അപ്പോൾ നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി കാണിച്ച പോലെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന് ഓൾമോസ്റ്റ് ഹാഫ് വരെ ആയി. ഇനി ഈ ഹാഫ് താഴോട്ടാണ് വരികയാണെങ്കിൽ പിന്നെ ഈ ഡെയിലി ക്യാൻഡിലിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇവിടെ നിന്നൊരു റിവേഴ്സൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ ബുള്ളിഷ് ക്യാൻഡിൽ. അത് കഴിഞ്ഞൊരു റിവേഴ്സൽ. ഓക്കെ, അല്ലെങ്കിൽ ഈ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ വാല്യൂ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടാവും. ഇത് താഴെ വരാണെങ്കിൽ പിന്നെ ഇവിടെ ആരൊക്കെ എൻട്രി ചെയ്തോ ആ ബയേഴ്സ് എല്ലാം ആ ട്രേഡ് വിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ഇറങ്ങേണ്ടി വരും. അപ്പോൾ പിന്നെ ഒരു ഷാർപ്പ് സെല്ലിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ബയേഴ്സിന് ഇപ്പോൾ ഒരു ചാൻസ് ആണ് ഇവിടെ നിന്ന് റിവേഴ്സൽ എടുത്ത് തിരിച്ചു പോകാനുള്ള. ഓക്കെ, സോ അതാണ് നിഫ്റ്റിയുടേത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്നൊരു സെൽ ഓഫ് ആയിരുന്നു. ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു, ഒരു സെൽ ഓഫ് ആയിരുന്നു, സെൽ ഓഫ് ഡേ ആയിരുന്നു. 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 മിനിറ്റ്സ് നിഫ്റ്റിയെ പോലൊരു ബൈയിങ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നിഫ്റ്റിയെ പോലെ ഒരു സെൽ ഓഫ് ഇല്ലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. അവിടെ നിന്ന് ചെറിയൊരു റിവേഴ്സൽ പിന്നെ ഒരു അപ്പ് മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ ഓൾമോസ്റ്റ് ഡേ ക്ലോസിങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സെൽ ഓഫ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് താഴോട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോ ഇതൊരു നെഗറ്റീവ് ആയിരുന്നു. 0.68% നെഗറ്റീവ് ഡൗൺ ആയിരുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എനിക്ക് കുറച്ച് നാളായിട്ടൊരു
കൺവീനിയൻറ്റ് തോന്നുന്നില്ല. കാരണം ഒരു ഡേഞ്ചർ സോണിലാണ്. ഓൾറെഡി ഈ സോൺ ഒത്തിരി പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെയും ആ സോണിൽ വരാണെങ്കിൽ ഇവിടുന്ന് ഒരു ഷാർപ്പ് റിവേഴ്സൽ നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ ഇല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട്ഫോളിയോയിലൊക്കെ പിന്നെ അത് നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഇവിടെ നിന്നൊരു റിവേഴ്സ് ബൈയിങ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത് അങ്ങനെ ആയെന്ന് നമുക്ക് പിന്നെ അവിടെ നിന്നൊരു ബിൽഡപ്പ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയാലും ഓക്കെ. പക്ഷേ ഇവിടെ ഇതൊരു ക്രിട്ടിക്കൽ സോണാണ്. ഈ ഒരു സോണിൽ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ ഒരു റിവേഴ്സൽ ഉണ്ട്. സാധാരണ ഇപ്പം നിഫ്റ്റിയിലൊക്കെ കണ്ടുവരുന്നൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് ട്രാപ്പ് ചെയ്ത പോലെ തിരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്ത് പോകും. അങ്ങനെ ആയിരുന്നാലും ഓക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷൻ ഈസ് നോട്ട് ഫേവറബിൾ. ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിന് ഓൾമോസ്റ്റ് ഈ ഏരിയയിൽ നിന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. ഈ ബുള്ളിഷ് ക്യാൻഡിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലോങ് പ്രതീക്ഷിക്കാം. ഈ ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ താഴോട്ടുള്ള മൂവ്മെൻറ്റും പ്രതീക്ഷിക്കാം. സോ ഇതൊരു ക്രിട്ടിക്കൽ ക്യാൻഡിലായിട്ട് മാറാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സിൽവർ നോക്കുകയാണെങ്കിൽ സിൽവർ ഇവിടെ ആയിരുന്നു ഓൾ ടൈം ടച്ച് ചെയ്തിരുന്നത്. അവിടെ നിന്നൊരു ഷാർപ്പ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ റിവേഴ്സിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ന്യൂ ഓൾ ടൈം ഹൈയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്നൊരു ചെറിയ സെല്ലിംഗ് ഉണ്ടായിരുന്നു, സ്റ്റിൽ ഹയർ ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഹീറ്റ് മാപ്പ് നോക്കാം. എല്ലാ ഇൻഡിസസും നെഗറ്റീവാണ്. നിഫ്റ്റി -0.55. ഇതിൽ ഏഷ്യൻ പെയിൻറ്റ്സ് 3.15 അപ്പായിരുന്നു. ഡോക്ടർ റെഡ്ഡി 1.30, മാരുതി 0.90, ഭാരതി എയർടെൽ 0.87% അപ്പായിരുന്നു. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ അഡിയൻറ്റ് -1.02, ആക്സിസ് ബാങ്ക് -1.05, HDFC ബാങ്ക് -1.05, റിലയൻസ് -1.14. സോ എല്ലാ ഹെവി വെയ്റ്റ്സും ഇത് മേജർ ഹെവി വെയ്റ്റ്സ് എല്ലാം ഇന്ന് ഡൗൺ ആയിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ ഇതിൽ മോസ്റ്റ്ലി എല്ലാം നെഗറ്റീവാണ്. മോസ്റ്റ് പെർസെൻറ്റേജ് നെഗറ്റീവാണ്. മദർസൺ 2.02 അപ്പായിരുന്നു. എൻട്രിൻ 1.66, നൗക്കരി 1.53, സീമൻസ് 1.48. ഇതെല്ലാം മേജർലി അപ്പായ സ്റ്റോക്കാണ്. ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൽ ഇന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കണം നല്ലൊരു സെൽ ഓഫ് ഉണ്ടായിരുന്നു, -7.02. ബജാജ് ഹോൾഡിങ്ങും ആ റീസൺ കൊണ്ടായിരിക്കണം -2.14. ജിൻഡാൽ സ്റ്റീൽ 1.86 ആൻഡ് അഡിയൻസോൾ -2.03. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 250 ആണ് സാധാരണ നോക്കൽ. അതിൽ ബി സോഫ്റ്റ് എല്ലാം 4.70, സ്നൈഡർ 4.65, മാപ്മൈ ഇന്ത്യ 3.63. ഇതെല്ലാം അപ്പായ സ്റ്റോക്കുകളാണ്. ഡൗൺ സൈഡിൽ GRSC, വെൽസ്പൺ, LIV, കബ്, SFDC ഇന്ത്യ, ഇതെല്ലാം ഡൗൺ സൈഡുള്ള സ്റ്റോക്കാണ്, ഡൗൺ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കായിരുന്നു. ഇന്നത്തെ മെയിൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ മെയിൻലി റുപ്പി എഗെയിൻ ഫർദർ ലോയിലോട്ട്, ഓൾ ടൈം ലോയിലോട്ട് എത്തി. 89.84 അടുപ്പിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മാർക്കറ്റെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്രൈഡേ ഉള്ള RBI പോളിസിക്കാണ്. സോ അതിലൊരു 0.25 ബേസിസ് പോയിൻറ്റിൻ്റെ ഒരു റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിന് ഒരു ഗ്രോത്ത് ബൂസ്റ്റപ്പ് ഉണ്ടാവും. സെക്കൻഡ് ന്യൂസ്, ഇന്നത്തെ മെയിൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് നെക്സ്റ്റ് ഇയർ കുറച്ചും കൂടെ കൺട്രോൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഗവൺമെൻറ് ക്യാപെക്സ് കുറയ്ക്കുന്നുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനീസ് ക്യാപെക്സ് കൂട്ടാൻ വേണ്ടിയാണ്. സോ ആ ഒരു ഫോർമുലയിലാണ് ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ക്യാപെക്സ് കുറയുന്നതോടും ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ലോങ് ടൈം നോക്കുകയാണെങ്കിൽ ഇനിഷ്യലി മാർക്കറ്റിനൊരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. ബട്ട് ലോങ് ടൈം ആണെങ്കിൽ പ്രൈവറ്റ് ക്യാപെക്സ് വരുംതോറും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് ക്രെഡിറ്റ് റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതെല്ലാം മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഓക്കെ, ഇതെല്ലാം ഇന്നത്തെ ന്യൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.